പാലക്കാട് നിന്നും വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിൽ നിന്നും വിജയിച്ച സിപിഐഎമ്മിന്റെ UR പ്രദീപ് എന്നിവർ MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. UR പ്രദീപ് ദൃഢപ്രതിജ്ഞയും രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിലാണ് ഇരുവരും MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭാ സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും മറ്റു മന്ത്രിമാരും നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ LDF പത്രപരസ്യത്തിൽ സുപ്രഭാതത്തിന് വലിയ വീഴ്ചയും ശ്രദ്ധക്കുറവുണ്ടായെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. നവംബർ 19-ന് പത്രത്തിൽ വന്ന പരസ്യം സുപ്രഭാതത്തിന്റെ നയനിലപാടുകൾക്ക് നിരക്കാത്തതാണ്. ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി ശാസന നൽകിയതായും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ 6 മണിക്കൂർ ചോദ്യം ചെയ്ത വിജിലൻസ്. ആഡംബര വീട് നിർമ്മാണം, കള്ളക്കടത്ത്, സ്വർണം തിരിമറി, മലപ്പുറം SP-യുടെ വസതിയിലെ മരമുറി ഉൾപ്പെടെയുള്ള പരാതികളിലാണ് അന്വേഷണം. 2 ആഴ്ചയ്ക്കുള്ളിൽ വിജിലൻസ് സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. വിജിലൻസ് SP KL ജോണിക്കുട്ടി, DYSP ഷിബു പാപ്പച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായുള്ള മാസപ്പടി കേസിലെ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് CMRL ദില്ലി ഹൈക്കോടതിയിൽ. ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമതൊരു അന്വേഷണം പാടില്ല. കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം. കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന്റെ രഹസ്യരേഖകൾ എങ്ങനെ കിട്ടിയെന്നും CMRL ചോദിച്ചു. ഷോണിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ അന്വേഷണം നടത്തുന്നത്. SFIO അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജിയിൽ തിങ്കളാഴ്ച വാദം തുടരും. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയെ ആയമാർ ക്രൂരമായി ഉപദ്രവിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുറ്റം തെളിയാതിരിക്കാൻ ആയമാർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു. ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ നഖം വെട്ടിയാണ് 3 ആയമാരും ഹാജരായത്. 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയെ ഉപദ്രവിച്ച കാര്യം അധികൃതരെ അറിയിക്കാതെ ഒരാഴ്ചയാണ് ആയമാർ മറച്ചുവെച്ചത്. കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് പതിവാക്കിയിരുന്ന കുഞ്ഞിന് ഒരു പണി കൊടുക്കുന്നുവെന്ന രീതിയിലാണ് ആയമാർ പലയിടത്തും വെച്ച് സംസാരിച്ചത്. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സമർപ്പിച്ച DPR തള്ളി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. റെയിൽവേ മന്ത്രാലയം നടത്തിയ സാങ്കേതിക പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. റെയിൽവേ മാനദണ്ഡ പ്രകാരം DPR പുതുക്കി സമർപ്പിക്കാനും മന്ത്രാലയം ആവശ്യപ്പെട്ടു. സിൽവർ ലൈൻ പദ്ധതിയുടെ ട്രാക്ക് ബ്രോഡ് ഗേജ് സംവിധാനത്തിൽ ആയിരിക്കണം. നിലവിലുള്ള റെയിൽവേ ട്രാക്കുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് വേണം പദ്ധതിയുടെ ട്രാക്കുകൾ വരാൻ. സംസ്ഥാനത്തിന് സ്വന്തം നിലയ്ക്ക് പാത നിശ്ചയിക്കാനാകില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി. പാതകൾ പരമാവധി റെയിൽവേ ട്രാക്കിന് സമാന്തരമായിരിക്കണം. കോച്ചുകളിൽ കൂട്ടിമുട്ടൽ ഒഴിവാക്കാൻ കവച് സേഫ്റ്റി സെക്യൂരിറ്റിക്ക് ആവശ്യമായ പ്രപ്പോസൽ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് സ്ഥലം മാറ്റം നൽകി ഉത്തരവ്. മഞ്ജുഷയുടെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. നേരത്തെ കോന്നി തഹസിൽദാറായിരുന്ന മഞ്ജുഷയ്ക്ക് പത്തനംതിട്ട കളക്ടറേറ്റിലേക്കാണ് മാറ്റം നൽകിയത്. നിലവിൽ മഞ്ജുഷ അവധിയിൽ തുടരുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി കളക്ടറേറ്റിലേക്ക് മാറ്റം നൽകണമെന്ന് മഞ്ജുഷ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമാറ്റം നൽകിയത്. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട കേസിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത്. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് കോടതി പരിഗണിച്ചു. ദേവസ്വങ്ങളെ ഹൈക്കോടതി താക്കീത് ചെയ്തു. നിർദ്ദേശം എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ലെന്നാണ് കോടതി ചോദിച്ചത്. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുത്, സാമാന്യ ബുദ്ധി പോലുമില്ലേ എന്നും കോടതി ചോദിച്ചു. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ശബരിമല ഡോളി സമരത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും തീർത്ഥാടന കാലയളവിൽ ഇത്തരം പ്രവൃത്തികൾ ഇനി പാടില്ലെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലപാടെടുത്തു. ഇതേ തുടർന്ന് പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും കോടതി വിലക്കേർപ്പെടുത്തി. ഡോളി തൊഴിലാളി സമരം പോലെയുള്ളത് ഇനി ആവർത്തിക്കരുത്. ഇത്തരം സമരങ്ങൾ ഭക്തരുടെ ആരാധനാവകാശത്തെ ബാധിക്കുമെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. അമിത നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കാൻ പ്രീപെയ്ഡ് രീതിയിലേക്ക് ഡോളി സർവീസ് മാറ്റാനുള്ള ദേവസ്വം നീക്കത്തിനെതിരെയാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. ചരിത്രകാരനും പ്രഭാഷകനും അധ്യാപകനുമായിരുന്ന MR ചന്ദ്രശേഖർ നിര്യാതനായി. എറണാകുളത്തെ സാന്ത്വന പരിചരണ കേന്ദ്രത്തിലായിരുന്നു അന്ത്യം. MRC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന MR ചന്ദ്രശേഖരൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അറിയപ്പെട്ട വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. പയ്യന്നൂർ കോളേജിലെ മലയാളം അധ്യാപകനായാണ് അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. മാധ്യമപ്രവർത്തകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഹെലി ടൂറിസം നയത്തിന് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകി. സംസ്ഥാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാനുള്ള ഹെലികോപ്റ്റർ സർവീസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം.
ഹെലിപോർട്സ്, ഹെലി സ്റ്റേഷൻസ്, ഹെലിപാഡ് തുടങ്ങിയവയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും പോളിസിയിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ സംരംഭകർ ഹെലി ടൂറിസം മേഖലയിലേക്ക് കടന്നു വരുന്നതിനും സഹായകരമാകും. പാസ്പോർട്ടിന് അപേക്ഷിച്ചവരെ ലക്ഷ്യമിട്ട് നടക്കുന്ന പുതിയ തട്ടിപ്പിനെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ്. പലതരം വാഗ്ദാനങ്ങളുമായി നിങ്ങളെ തേടിയെത്തുന്ന മെസ്സേജുകളും അവയിലെ ലിങ്കുകളും സൂക്ഷിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസിന്റെ മുന്നറിയിപ്പ്. സേവനങ്ങൾക്കായി ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതമെന്നും പോലീസ് അറിയിച്ചു. മഹാരാഷ്ട്രയിൽ BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 5:30 സത്യപ്രതിജ്ഞ നടക്കുമെന്ന് ഫട്നാവിസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് മഹായുതി നേതാക്കൾ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ടതിന് പിന്നാലെയായിരുന്നു ഫട്നാവിസിനെ സർക്കാർ രൂപീകരിക്കാനായി ഗവർണർ ക്ഷണിച്ചത്. ആശിഷ് ഷേലർ നിയമസഭയിൽ BJPയുടെ ചീഫ് വിപ്പാകും. തന്നെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫട്നാവിസ് നന്ദി അറിയിച്ചു. ഉത്തർപ്രദേശിലെ സംഭലിൽ സംഘർഷാവസ്ഥയ്ക്കിടയാക്കിയ അഭിഭാഷക സർവേ നടന്ന ചൌന്തസി സന്ദർശിക്കാനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ UP പോലീസ് തടഞ്ഞു. ഡൽഹി UP അതിർത്തിയായ ഗാസിപുരിയിലാണ് രാഹുലിനെയും പ്രിയങ്കയെയും കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് തടഞ്ഞത്. 1.5 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ രാഹുൽ ഗാന്ധിയും നേതാക്കളും ഡൽഹിയിലേക്ക് മടങ്ങി. വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും പോരാട്ടം തുടരുന്ന ലെബനനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 11 മരണം. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ള അംഗങ്ങളെയും ആയുധ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. തർക്കപ്രദേശമായ മൗണ്ട് ദോവിലേക്ക് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം റോക്കറ്റുകൾ അയച്ചിരുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഇന്ത്യ-ഓസ്ട്രേലിയ 2ാം ടെസ്റ്റ് വെള്ളിയാഴ്ച അഡ്ലെയ്ഡിൽ തുടങ്ങും. പിങ്ക് ബോളിൽ ഡേ നൈറ്റ് മത്സരമാണ് അഡ്ലെയ്ഡിലേത്. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ജയിച്ച ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. നായകൻ രോഹിത് ശർമ്മ, പരിക്കിൽ നിന്ന് മുക്തനായ ശുഭ്മൻ ഗിൽ എന്നിവർ മടങ്ങിയെത്തുമ്പോൾ ദേവ്ദത്ത് പടിക്കൽ, ധ്രുവ് ജുറൽ എന്നിവർക്ക് സ്ഥാനം നഷ്ടമാകും. പരിക്കിനെ തുടർന്ന് ഓസീസ് ടീമിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. 2020 അഡ്ലെയ്ഡിൽ നടന്ന ഡേ നൈറ്റ് ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 36 പുറത്തായി നാണക്കേടിന്റെ ചരിത്രം കുറിച്ചിരുന്നു. അന്ന് 8 വിക്കറ്റിന്റെ ജയമാണ് ഓസീസ് നേടിയത്.